പെരുന്നാളിനോടനുബന്ധിച്ച് തലേന്ന് തന്നെ ബിരിയാണി മസാലയ്ക്ക് തയ്യാറാക്കും. ഇപ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റിന് നെയ്പ്പത്തലും ചിക്കൻ വറവും, ലഞ്ച് ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും, ഡെസേർട്ടായി ചോക്ലേറ്റ് പുഡിങ്ങും, പിന്നെ ഒരു ഔട്ടിങ്. കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലിട്ട് കൂടെ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, അല്പം പുതിനയില മല്ലിയില ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 45 മിനിറ്റ് വേവിക്കുക. മസാല ഉണ്ടാക്കാനായി 4 ഉള്ളി 3 തക്കാളി ചെറുതായി അരിഞ്ഞ് വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഉള്ളി ചേർത്ത് വഴന്നു വന്നാൽ ബാക്കിയുള്ള ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ചേർത്ത് ഇളക്കി ശേഷം തക്കാളിയും കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കുക. ഒക്കെ കൂടി വഴന്നു വന്ന് ഈ പരുവത്തിലായാൽ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ വീതം ചെറുനാരങ്ങാ നീര്, തൈര്, ഇഷ്ടാനുസരണം പുതിനയില മല്ലിയില ചേർത്തിളക്കി തിള വന്നാൽ വേവിച്ച ബീഫ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 10 മിനിറ്റ് അടച്ചു വെക്കുക. മസാല റെഡി. ചിക്കൻ ഫ്രൈ ചെയ്യാനായി മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങാ നീര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കുക. ശേഷം പുഡിംഗ് ഉണ്ടാക്കാനായി ചോക്ലേറ്റ് സ്പഞ്ച് വേണം. അതിനായി 2 മുട്ട പൊട്ടിച്ച് അതിലേക്ക് വാനില എസൻസ്, 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. ശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയി 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അല്പം ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ശേഷം 2 ടേബിൾ സ്പൂൺ വീതം ഓയിലും പാലും ചേർത്ത് ഇളക്കുക. ഇതാണ് കൺസിസ്റ്റൻസി. നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യാം. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യാം. വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാനായി പൗഡറിലേക്ക് വാനില എസൻസ്, 1/2 കപ്പ് പാൽ ചേർത്ത് 3 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. ശേഷം ഒരു ചോക്ലേറ്റ് പുഡിംഗ് മിക്സ് ഉണ്ടാക്കാം. അതിനായി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3/4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് പാൽ അല്പം ചേർത്ത് കട്ടകളില്ലാതെ മിക്സ് ചെയ്താണ് ബാക്കി പാൽ ചേർക്കേണ്ടത്. ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് തിക്കായി വന്നാൽ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് തണുക്കാനായി മാറ്റിവെക്കുക. കാഷ്യൂ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റിവെക്കുക. ചോക്ലേറ്റ് സ്പഞ്ച് വെറ്റ് ചെയ്യാനായി പാലിൽ അല്പം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് മാറ്റിവെക്കുക. പുഡിംഗ് ഇതുപോലെ സെറ്റ് ചെയ്യാം. അടിപൊളി ടേസ്റ്റി പുഡിംഗ് റെഡി. ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ബ്രേക്ക്ഫാസ്റ്റ് നെയ്പ്പത്തലും ചിക്കൻ വറവുമാണ്. അതിനായി ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കഴുകി വൃത്തിയാക്കിയ ചിക്കൻ, ചിരവിയ തേങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു 20 മിനിറ്റ് അടച്ചു വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ടേസ്റ്റി വറവ് റെഡി. നെയ്യപ്പത്തിനായി മിക്സിയുടെ ജാറിലോട്ട് ചിരവിയ തേങ്ങ, ഉള്ളി, വലിയ ജീരകം, വെള്ളവും ചേർത്ത് അടിച്ചെടുക്കുക. ശേഷം അരിപ്പൊടിയിലോട്ട് ഉപ്പ് ചേർത്ത് ഇളക്കി കോക്കനട്ട് മിക്സ് ഒഴിച്ച് ഈ പരുവത്തിൽ കുഴച്ചെടുക്കുക. കൈകൊണ്ടോ പ്രസ് ഉപയോഗിച്ചോ പരത്തിയെടുക്കാം.
എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നെയ്യപ്പവും റെഡി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ കാണാം. വെളിച്ചെണ്ണയിൽ നല്ല നെയ്യ് കൂടെ ആഡ് ചെയ്യാം. ഉള്ളി പൊരിയിച്ച എണ്ണയിൽ നിന്ന് അല്പം എടുത്താണ് ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കുന്നത്. ദമ്മിടാനായി റൈസ് പകുതി മാറ്റി വെച്ച് മുകളിൽ മസാലയിട്ട് ഈ രീതിയിൽ ബാക്കി ചെയ്യുക. അല്പം ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒക്കെ കൂടി സെറ്റ് ചെയ്ത് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് അടച്ചു വെക്കുക. അടിപൊളി ബിരിയാണി റെഡി. ലഞ്ചിന് ശേഷം അല്പം മധുരത്തിന് വേണ്ടി പുഡിംഗ് കഴിക്കാം. ശേഷം ഔട്ടിങ്. ദുബൈയിലോട്ടാണ് പോയത്.